വൈശാഖമാസം. നമസ്കാരം. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനമായ മാസമാണ് വൈശാഖമാസം. 2025 ഏപ്രിൽ 28 തിങ്കളാഴ്ച മുതൽ മെയ് 26 തിങ്കളാഴ്ച വരെയാണ് വൈശാഖമാസം. മാധവമാസം എന്നറിയപ്പെടുന്ന വൈശാഖമാസം ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. ലക്ഷ്മി ദേവിയോടൊപ്പം ഈ കാലയളവിൽ മുഴുവൻ ഭഗവാൻ ഭൂമിയിലുണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം. ദാനധർമ്മങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട കാലമാണ് ഇത്. ഈ കാലയളവിൽ നടത്തുന്ന സർവ്വ കർമ്മങ്ങൾക്കും ഇരട്ടി ഫലമാണ് ലഭിക്കുക. ദശാവതാരത്തിലെ ഭഗവാന്റെ 3 പ്രധാന അവതാരങ്ങളായ നരസിംഹാവതാരം, പരശുരാമവതാരം, ബലരാമവതാരം എന്നിവ നടന്നത് വൈശാഖ മാസത്തിലാണ് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. അക്ഷയതൃതീയ ദിനത്തിൽ പരശുരാമവതാരവും ബലരാമവതാരവും വെളുത്തപക്ഷ ചതുർദശിക്ക് നരസിംഹാവതാരവും നടന്നതായാണ് പുരാണത്തിലുള്ളത്. കൃതാനുഷ്ഠത്തോടെ വിഷ്ണു ഭജനത്തിന് യോജിച്ച കാലമാണ് ഇത്. രാവിലെയും വൈകുന്നേരം വിഷ്ണുനാമം ചൊല്ലണം. വിഷ്ണു സഹസ്രനാമം വായിക്കുന്നത് ഉത്തമമാണ്. അതിന് കഴിയാത്തവർക്ക് അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ, അതോടൊപ്പം ഭാഗവത പാരായണവും ചെയ്താൽ അഭിഷ്ടസിദ്ധി ഉണ്ടാവും. ഭഗവാനെ വൈശാഖ മാസത്തിൽ മുഴുവൻ ധ്യാനിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ മാസത്തിലെ വെളുത്തപക്ഷ, ദ്വാദശി, പൗർണമി എന്നീ ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നവർക്ക് അതുല്യ പദവി സിദ്ധിക്കും. വൈശാഖ മഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ പറയുന്നുണ്ട്. സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും, സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും, സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കൽപ്പവൃക്ഷവും, സർവപക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരുഡനും, സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും, സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും, സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖവുമാണെന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നു. എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കുന്നതിന് ഉത്തമമായ മാസമാണ് വൈശാഖ മാസം. വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. ഈ മാസം സർവ പുണ്യ തീർത്ഥങ്ങളുടെ സാന്നിധ്യം നദികളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം. അതിനാൽ പ്രഭാത സ്നാനത്തിലൂടെ സർവ തീർത്ഥ സ്നാനത്തിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. വൈശാഖ മാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രം 9 തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് നമ്മൾ ശ്രേഷ്ഠനാകും. 108 തവണ ജപിക്കുന്നതും അതീവ ശ്രേഷ്ഠമാണ്. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണ് ഇത്. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വൈശാഖ മാസത്തിലെ സ്നാനത്തിൻ്റെ അത്ഭുത ഫലം ഒരു പുരാണ കഥയിലൂടെ. പണ്ട് കൗശികപുരം എന്ന ഗ്രാമത്തിൽ ഭരത എന്നൊരു ധാർമ്മികനും സദാചാരിയുമായ ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹം എപ്പോഴും ജപവും നിത്യപൂജകളും ആചാരങ്ങളോടെ നിർവഹിച്ചു ജീവിക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് കുടുംബത്തെ രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആണ് അദ്ദേഹം ജീവിച്ചത്. ഒരിക്കൽ അദ്ദേഹത്തിന് മനസ്സിൽ നിരാശ നിറഞ്ഞു. ഞാൻ ഇത്രയും സത്യനിഷ്ഠനായിട്ടും എനിക്ക് എപ്പോഴും ദാരിദ്ര്യമെന്ന് ആത്മചിന്തയിൽ മുഴുങ്ങിയ ഭരതൻ്റെ മുന്നിൽ ഒരു മഹർഷി എത്തി. ഹേ ഭരത, നീ വിഷ്ണു ഭക്തനാണ്, പക്ഷേ ചില കാര്യങ്ങൾ നീ ചെയ്യുന്നില്ല. നീ വൈശാഖ മാസത്തിലെ മഹത്വം മനസ്സിലാക്കുന്നില്ല. വൈശാഖ മാസത്തിൽ നീ ഒരിക്കലും ദാനം ചെയ്തിട്ടില്ല. വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനം, ഭക്തിഭാവത്തോടെ ദാനം, ജപം, വഴിപാട് ഇതൊക്കെ ഒരുവൻ്റെ പാപങ്ങൾ നീക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്താൽ നിനക്ക് ദാരിദ്ര്യമോചനം നേടാം. പിറ്റേ ദിവസം തന്നെ ഭരതൻ പ്രഭാത സ്നാനം ചെയ്ത് ദാരിദ്ര്യമുണ്ടായിട്ടും ചെറിയ തോതിൽ ദാനം ചെയ്തു. മാസം പിന്നിട്ടപ്പോൾ ഭരതന് ജോലി ലഭിച്ചു. പിന്നീട് രാജാവിൻ്റെ അംഗരക്ഷനായി അവസരം ലഭിച്ചു. ഭരതൻ സത്യനിഷ്ഠയോടും ഭക്തിയോടും ജോലി ചെയ്തപ്പോൾ രാജാവ് അവനെ മന്ത്രിയായി ഉയർത്തി.
ഭരതൻ്റെ കുടുംബം സമൃദ്ധിയും മാന്യതയും ഭാഗ്യവും നിറഞ്ഞ ജീവിതത്തിലേക്ക് മാറി. വൈശാഖ മാസത്തിൽ ചെയ്യുന്ന ചെറിയ സ്നാനവും ദാനവും വഴിപാടും പാപങ്ങളെ അകറ്റി ദൈവാനുഗ്രഹം വരുത്തുകയും ചെയ്യും. ആത്മാർത്ഥമായ ഭക്തിയാണ് ഭഗവാൻ നോക്കുക. യുധിഷ്ഠിരൻ ഒരിക്കൽ കൃഷ്ണനോട് ചോദിച്ചു, ഏത് മാസം സകല വ്രതങ്ങളിലും ഉത്തമമെന്ന്. അതിന് മറുപടിയായി കൃഷ്ണൻ പറഞ്ഞത് വൈശാഖ മാസമാണ്. ഈ മാസത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഭക്തിഭാവത്തോടെ നൽകിയാൽ അതിന് നല്ല ഫലം കിട്ടും. ഓ പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.